ഗോവ നിശ ക്ലബിലെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ഗോവ സർക്കാർ. ക്ലബിൽ സ്ഫോടനമുണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ കുറവായതിനാൽ ആളപായം കൂടി എന്ന് പ്രമോദ് സാവന്ത് വ്യക്തമാക്കി. അച്യുതനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അച്യുതൻ, അട്ടിമറിയൊന്നുമില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണോ ഇതുവരെ വന്ന വിവരങ്ങൾ? വല്ലാതെ ആശങ്കപ്പെടുത്തിയ വാർത്തയാണ് ഇന്ന് പുലർച്ചെ എത്തിയത്. എന്തൊക്കെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥിരീകരിക്കുന്നത്? വിജയകുമാരി, ഗോവയിലെ അർപ്പോറയിലെ മിർച്ചി നൈറ്റ് ക്ലബിലുണ്ടായ ആ തീപിടുത്തം അതൊരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതല്ല എന്ന് സ്ഥിരീകരിക്കുകയാണ് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത്. അദ്ദേഹം പറഞ്ഞത് ഈ ക്ലബിൽ ചില ഇലക്ട്രിക്കൽ പടക്കങ്ങൾ ഉണ്ടായിരുന്നു, ഇത് പൊട്ടിത്തെറിച്ചതാണ്, അല്ലെങ്കിൽ ഇതാണ് ഈ ഒരു തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ എന്താണ് ഇതിന്റെ വസ്തുത എന്നത് കണ്ടെത്താനായി കൂടി ഒരു വസ്തുതാ അന്വേഷണ സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 4 പേരെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നതും മുഖ്യമന്ത്രി അറിയിക്കുന്നു. ക്ലബിന്റെ ഉടമകളെ പിടികൂടാനായിട്ട് അവരുടെ തന്നെ പോലീസ് സംഘം ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന ഒരു വിവരം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ അപകടം നടന്ന് 45 മിനിറ്റിനുള്ളിൽ തന്നെ അഗ്നിരക്ഷാ സേനയും പോലീസും സംഭവ സ്ഥലത്തെത്തി. പക്ഷേ ഈ സംഭവം നടന്ന കൃത്യമായ സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. പലതരത്തിലുള്ള തടസ്സങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തേക്കുള്ള വഴികൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഈ ആളപായം വർദ്ധിപ്പിച്ചു. അത് കൂടുന്നതിന് കാരണമായി. ഭൂരിഭാഗം പേരും ശ്വാസം മുട്ടിയാണ് മരിച്ചത് എന്നതും മുഖ്യമന്ത്രി അറിയിക്കുന്നുണ്ട്. ഇതിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ധനസഹായമാണ് ഇപ്പോൾ ഗോവ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പരിക്കേറ്റവർക്ക് 50,000 രൂപ നൽകും. എന്തായാലും ഇതിൽ ഈ ക്ലബിൽ ഉണ്ടായിട്ടുള്ളത് ഒരു സ്ഫോടനമല്ല, മറിച്ച് അവിടെ ഈ ഇലക്ട്രിക്കൽ പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചതാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചതും ഈ ഒരു വലിയ അപകടം ഉണ്ടാക്കിയതും എന്നാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത്. 25 പേർക്കാണ് ഈ നിശ ക്ലബിലെ തീപിടുത്തത്തിൽ ജീവൻ നഷ്ടമായത്. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.